ഞാൻ തകരാത്തത് നിൻ കൃപയാലത്രേ, ഞാൻ ഉലയാത്തത് നിന്ദയാലത്രേ. ഞാൻ തകരാത്തത് നിൻ കൃപയാലത്രേ, ഞാൻ ഉലയാത്തത് നിന്ദയാലത്രേ. എന്നുറവിടമാകും മറവിടമേ നിൻ ചിറകടി എനിക്കഭയം. എന്നുറവിടമാകും മറവിടമേ നിൻ ചിറകടി എനിക്കഭയം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 18:10. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. കേട്ടോ, കർത്താവ് അബ്രഹാമിനോട് പറയുകയാണ്, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും. ആ വർഷം എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിൻ്റെ വർഷമായിരിക്കും. കഴിഞ്ഞ 25 വർഷമായിട്ട് അല്ലെങ്കിൽ 24 വർഷമായിട്ട് നീ കേട്ടതെല്ലാം കാണാൻ പോകുന്നൊരു വർഷം നിന്റെ മുമ്പിൽ വരാൻ പോകും. ഇന്നത്തെ ദിവസം പറയുന്നു, ഇത് നിന്റെ അത്ഭുതത്തിൻ്റെ വർഷം. കഴിഞ്ഞ നാളുകളിൽ നീ കേട്ടതൊക്കെ കാണാൻ പോകും. ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തോട് അടുക്കുന്ന സമയത്ത് ഭയങ്കരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ യേശു ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് എത്ര ദൂതന്മാരുടെ ഇടപെടല. ജോസഫിൻ്റെ അടുക്കൽ, മറിയയുടെ അടുക്കൽ, എലിസബത്തിൻ്റെ അടുക്കലൊക്കെ ദൂതന്മാർ വരികയാണ്. അതാണ് ഈ ദൈവികമായ ഒരു ഇടപെടൽ നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഭയങ്കരമായ ദൈവത്തിൻ്റെ വിസിറ്റേഷൻസ്, ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ, ഇതെല്ലാം നടക്കും. ആഴമേറിയ വചനങ്ങൾ, അഭിഷക്തന്മാർ, ദൈവശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും. നിങ്ങൾ തുടർമാനം ദൈവശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടോ? തുടർമാന സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊക്കെ ഒരു സീസൺ നിങ്ങൾക്ക് ഓപ്പണായി എന്നതിൻ്റെ തെളിവാണ്. കർത്താവ് പറയുകയാണ്, അടുത്തയാണ്ട് ഞാൻ വരും. അപ്പോൾ നിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാകും. ആമേൻ. അവിടെ പറയാണ്, കൂടാരവാതിക്കൽ സാറ അത് കേട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം അബ്രഹാം മാത്രമല്ല കേട്ടത്, സാറയും കേട്ടു. വാഗ്ദത്തവുമായി കണക്ട് ചെയ്തവരെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ കേൾക്കും. അവർ ഒളിഞ്ഞോ മറഞ്ഞോ നിന്നാണെങ്കിലും ദൈവം എന്താ ചെയ്യുന്നെന്ന് അവർ കേട്ടുകൊണ്ടിരിക്കും. യെസ് ലോർഡ്. പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം ദൈവശബ്ദം കേൾക്കാൻ പോവാ. ദൈവത്തിൻ്റെ പദ്ധതികൾ. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ എന്നോട് ഇടപെട്ടു എന്ന് പറയുമ്പോൾ അവരും പറയും, യെസ് എന്നോട് ഇടപെട്ടു. കാരണം ദൈവശബ്ദങ്ങൾ ദൈവ പദ്ധതി ഉള്ളവരുടെ മുമ്പിൽ മറഞ്ഞിരിക്കത്തില്ല, അത് വെളിപ്പെട്ടു വന്നിരിക്കും. ഞാനിന്ന് ഈ വചനം പറയുമ്പോൾ എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങൾ വാഗ്ദത്തത്തിനോട് അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതുകൾ നടക്കുവാൻ സമയമായിരിക്കും. അതുകൊണ്ട് അല്പം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. ദൈവത്തിൻ്റെ ചില വലിയ പദ്ധതികൾ പെട്ടെന്ന് നടക്കും. അതിൻ്റെ സീസൺ ആയിരിക്കുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാത്മാ ഇത് കേൾക്കുന്നുണ്ട് പറയുന്നു, ഈ ആണ്ടുകളിൽ തന്നെ ചിലത് സംഭവിക്കും. ചിലത് നീ കൈകളിലെടുക്കും, ചിലയിടത്തേക്ക് നീ എത്തപ്പെടും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ്, ഈ വർഷം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ നിവൃത്തികൾ, കർത്താവ് വാഗ്ദത്തത്തിൻ്റെ നിവൃത്തികളാക്കി അങ്ങ് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും കുടുംബത്തിലും കർത്താവെ ചില അത്ഭുതങ്ങൾ അങ്ങ് ഈ വർഷം തന്നെ ചെയ്യുവാൻ പോകുന്നതിന് നന്ദി പറയും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവാഗ്ദത്തങ്ങളുടെ നിറവേറൽ നിറഞ്ഞതിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
വാഗ്ദത്തങ്ങളിലേക്ക് കയറുന്ന ഈ കുടുംബത്തിനായി, ഈ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ തന്നെ ചില വാഗ്ദത്തങ്ങൾ അവർ കൈകളെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി കേൾവിയുടെ കാലമല്ല, ഇനി പ്രാപിക്കുന്ന കാലമാണ്. ഇനി കേൾക്കുന്ന കാലമല്ല, മറിച്ചത് കാണുന്ന കാലമാണ്. ആമേൻ. ഇനിയുള്ള സമയങ്ങളിൽ കർത്താവേ, അവർ പ്രവചനങ്ങൾ കേൾക്കുകയല്ല, മറിച്ച് പ്രവൃത്തി കാണുകയായാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഈ ദിനങ്ങൾ തന്നെ ചിലത് അവരുടെ കൈകളിൽ വരട്ടെ. ചില വാഗ്ദത്തങ്ങൾ നടക്കട്ടെ, ചില വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കട്ടെ. ദൈവം പറഞ്ഞത് ഓരോന്നോരോന്ന് നടക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൈപ്പത്തി പോലെ മേഘം കണ്ട ഏലിയാവിനെ പോലെ വാഗ്ദത്തങ്ങൾ പൊങ്ങി വരുന്നത് അവർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർക്കുള്ളതും അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാവരും ആ വാഗ്ദത്തത്തിൽ കയറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമായതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കേണ്ട, മുമ്പോട്ട് പോവുക. ഗോഡ് ബ്ലെസ് യു. ശാലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.